നമ്മുടെ പുതിയ വീഡിയോ ഇട്ട നമുക്കെല്ലാവർക്കും അല്ല നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനാണെന്നുള്ളതുണ്ടെങ്കിൽ നമ്മുടെ എന്നാ പറയണേ ബസ്സിലാണ് കേട്ടോ. പേടിയാണ്, അതുകൊണ്ട് ഏറ്റവും ബാക്കിലത്തെ സീറ്റ് കയറിയിരിക്കുക. തുമ്പ പറഞ്ഞ കേട്ടോ, എല്ലാവരും ഒരുപോലെ ഒന്നുമല്ല. ആ കാര്യത്തിലേക്കൊന്നും ഞാൻ ആധികാരികമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എനിക്കതൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്നല്ല, സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ കേരളം ഇങ്ങനെയാണ്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അടിമാലി വരെ പോകട്ടെ. അപ്പം സാധാരണ ഞാൻ പോകുമ്പോൾ വണ്ടി കാര്യങ്ങൾ എന്തെങ്കിലും കാണാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വണ്ടി കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് പറയുകയാണ്. വണ്ടി ഞാനാണെന്നുണ്ടെങ്കിൽ കൊടുത്തായിരുന്നു. വണ്ടി നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മളെ വണ്ടിയാണെങ്കിൽ കൊടുത്തു എന്ന് പറയുന്നത് വിറ്റു എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്, പണിയാൻ വേണ്ടി കയറ്റിയേക്കായിരുന്നു. അപ്പം അടിമാലി ഗ്യാരേജ് 68 ഞാൻ പണിയാൻ കയറ്റിയേക്കണം. അപ്പോൾ അവിടെ വരെ ഒന്ന് പോകണം. പോയിട്ട് അവിടുത്തെ വണ്ടിയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കണം. കുറച്ചധികം പണിയുണ്ട്. പിന്നെ അനിയൻ വരാറായല്ലോ. അവൻ വരാറാകുമ്പോഴത്തേക്കും എന്തായാലും വണ്ടിയൊക്കെ ഒന്ന് കുട്ടപ്പനാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഒന്ന് പോയി നോക്കണം. വണ്ടിയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കണം. തണുപ്പൊക്കെ മാറി, ഇപ്പോൾ കുഴപ്പമില്ലല്ലോ, ഒരു സെറ്റപ്പൊക്കെ ഇല്ലേ. അപ്പോൾ ഒന്ന് പോയി നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിമാലിക്കാണ് പോകുന്നത്, ബസ്സിലാണ് പോകുന്നത്. ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെക്കണത് നല്ലതാ, ആവശ്യം വരും. എവിടെ എത്തി? നമ്മുടെ വണ്ടി ഇവിടെ കിടക്കേണ്ട, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനും കേട്ടോ. അടിപൊളി വണ്ടിയാണ് കിടക്കണ്ടല്ലോ. അപ്പോൾ ഗുയ്സ്, ഞാനത് അങ്ങനെ അടിമാലി പോയി നമ്മുടെ വണ്ടി പണിയാൻ കയറ്റേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പം കുറച്ച് പെയിൻ്റ് അടിയും കാര്യങ്ങളും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വണ്ടി ഒന്ന് കുട്ടപ്പനാക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോയതാണ് അല്ലേ അമ്മേ? അമ്മ ഇപ്പോൾ വന്നോളൂ. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം എത്രയാമേ? 8 മണി. അപ്പോൾ നമ്മൾ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് കളക്ഷൻസ്, അതായത് നമ്മൾ എല്ലാത്തിൻ്റെ 3-4 പീസ് വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാ കാര്യങ്ങളും പോയി. ഇനി ആകെപ്പാടെ നമ്മുടെ കയ്യിൽ കുറേ പേര് സാരീസും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് കാണിച്ച ഈ ഒരു കളർ തന്നെയല്ലായിരുന്നു, അതൊക്കെ ഫുള്ള് തീർന്നു, ഔട്ട് ഓഫ് സ്റ്റോക്കായി. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് അമ്മ അത് ഒന്ന് ദാനം ചെയ്തു അല്ലല്ലോ, അത് വരും. അപ്പം നമ്മളത് കൊടുത്തു, അത് തീർന്നു. ഇനിയിപ്പം നമുക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്നാ പറയുക, നമുക്ക് കിട്ടിയതിൻ്റെ അത് നിസ്സാര ഒരു തുകയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഇട്ടിട്ടുള്ളൂ. അപ്പം നമ്മൾ വലിയ രീതിയിൽ എന്നാ പറയുക, ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ ഈ സാധനത്തെ കൊടുക്കുന്ന എത്ര രൂപയ്ക്കാണെന്ന് നോക്കില്ല. ബാക്കിയുള്ളവരൊക്കെ അത് 1000-1800 രൂപയ്ക്കൊക്കെ കൊടുക്കട്ടെ. നമ്മൾ 1000 രൂപയ്ക്കോ 1200 രൂപയ്ക്ക് കൊടുത്തു. പക്ഷെ നമുക്ക് ആ പൈസ തന്നെ മതി. നമുക്ക് അതിൻ്റെ അകത്ത് 10 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ നമുക്കത് കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. നമ്മളിത് അല്ല, നമ്മൾ 1000 രൂപ കൊടുക്കുമ്പോൾ ആ സാധനം 1500 രൂപയ്ക്ക് 1500 രൂപയ്ക്ക് ആളുകൾ വിൽക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ഒരു റേറ്റ് തന്നെ കൊടുക്കണോളൂ, അത് സീനുള്ള കാര്യമൊന്നുമല്ല. അപ്പം നമ്മളതിൽ ആകപ്പാട് ഇനി ഇത് ഇത്രയും കുറച്ച് സാരികൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 500-ൻ്റെ 600-ൻ്റെ, ഇത് ഇത്തിരി കൂടി, ഇത് 1145-ൻ്റെ. ഇത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1100 കൊടുക്കും നമ്മൾ. 1100 സാരിയുടെ വിലയും പ്ലസ് 80 രൂപ ഇത് ഷിപ്പിംഗ് ചാർജും ഉണ്ട് കേട്ടോ. അത് എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് 80 രൂപയാണ്. കാരണം നമ്മൾ DTDC വഴിയാണ് നമ്മൾ അയക്കുന്നത്. അതുകൊണ്ട് 80 രൂപ വെച്ച് ഷിപ്പിംഗ് ചാർജ്. അപ്പം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കൊടുത്തേക്കാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ 50 രൂപയുടെ കുറച്ച് കൊടുക്കണമെങ്കിൽ ഇത് കൊടുക്ക്. നമ്മുടെ ആദ്യത്തെ കച്ചവടമല്ലേ. അപ്പൊ നമുക്കെല്ലാം വേണ്ടേ? അത് മതി. അത് കഴിയുമ്പോഴും എന്നാ 1145 പറഞ്ഞത് 1100 രൂപയ്ക്ക് അത് 45 കൊടുത്തു. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ അത് 499. അത് ഞാൻ കാണിച്ചു തരാം. ഇത് 599, ഇത് 1099. അപ്പോൾ 1100. അങ്ങനെ നമുക്കത് ചെയ്യാട്ടോ. അത് അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അമ്മ ജസ്റ്റ് അതൊന്ന് വിടർത്തി ഈ വീഡിയോക്കകത്ത് കാണിച്ചു തരും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഞാൻ നമ്പറും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതൊന്നും തുറക്കണ്ട. അമ്മയ്ക്ക് അത് മതി ജസ്റ്റ് ഞാൻ ഇങ്ങനെ എടുത്തോളാം. അപ്പോൾ ഗൈസ് ദേ ഇതാണ് കേട്ടോ സാരി. ഇതാണ് നമ്മുടെ സാരി. ഇതൊരു സാരി. ഇതുപോലെ തന്നെ എല്ലാ സാരിയുടെ വർക്കുകൾ വന്നേക്കുന്നത്. ഓക്കെ, അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് കേട്ടോ. അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച്. ഇതിന്റെ കളർ എന്നാ ഇതൊരു എന്നതാ പറയുന്ന ഒരു കോഫി ബ്രൗൺ പോലത്തെ. ഓക്കെ, ഇതാണ് കേട്ടോ അതിന്റെ ഒരു കളർ. ഞാൻ ഇത് കാണിച്ചു തരാം. ബ്ലാക്ക് ബ്ലൗസും വൈറ്റ് ബ്ലൗസും നല്ല മെറൂണും ഇടാ കേട്ടോ. ഇതിലുണ്ട് ബ്ലൗസ് ഉണ്ട്. ഓക്കെ, ഇതിൽ തന്നെ ബ്ലൗസും ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് ഈ ഒരു 3 പീസാണ് നമ്മുടെ ഇനി സാരിയിൽ ആകെ 1145 പറഞ്ഞാൽ 1100 രൂപയ്ക്കുള്ള ഈ ഒരു 3 സാരിയേ ഉള്ളൂ. ബാക്കി സാരികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഒന്ന് തുറന്ന ശേഷമേ
നല്ല മെറൂൺ പോലത്തെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇതിന്റെ ബാക്കി ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ 600 രൂപയുടെ 599 സാരിയാണ് കേട്ടോ. ആ സാരി ഈ സാരി തമ്മിൽ അത് മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടല്ലേ, അത് ഇത് തമ്മിൽ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. അത് കാവേരി സിൽക്ക്, ഇതിന് എനിക്കറിയില്ല, ഇതിന് മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഇതുണ്ടല്ലേ, ബ്ലൗസും ഉണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ബ്ലൗസ് പീസാണ്. ഇതേ ഇതിനകത്തൊരു ബ്ലൗസ് പീസും ഉണ്ട് കേട്ടോ. ഓക്കെ, മതി. പിന്നെ എന്നാൽ ബാക്കി ഇനി ഇതുപോലെ തന്നെയാണ് ഈ സാധനം ഇരിക്കണേ. അതിൻ്റെ ഇതിൻ്റെ തന്നെ ഇതേ ഈ ഒരു കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം. ഇതേ ഒരു കളർ ചേഞ്ച്. അത് കാണിച്ച് ഓക്കെ. ഇതെത്ര അതിൻ്റെ 400 499 പറഞ്ഞു. അങ്ങനെ പറയരുത്. പിടിച്ചേ ഓക്കെ. അപ്പോൾ ദേ ഈ ഒരു സാരി കേട്ടോ, നല്ല സാരിയാണ്, നല്ല ഇഷ്ടം പോലെ നീളമൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ബ്ലൗസ് ഇതൊന്നും മുറിക്കാതിരിക്കുക നല്ലത്. ഇതിന് ഇതേ ബ്ലൗസ് ഉണ്ട്, പക്ഷെ മുറിക്കാതെ നമ്മള് വേറെ വൈറ്റ് ബ്ലൗസ് ഒക്കെ ഇടാം ഇതിന്, ഈ കളറ്. ഓക്കെ, അതിന് തന്നെ കളർ ചേഞ്ച് കാണിച്ചേ. കളർ ചേഞ്ച് എത്ര ഉണ്ട്? അതിൻ്റെ കളർ ചേഞ്ച് ഇതുവരെണ്ണം. പിന്നെ അതിനെല്ലാം വന്നേക്കുന്ന വർക്ക് വ്യത്യാസം ഉണ്ട്. പിന്നെ അതിൻ്റെ തന്നെ വ്യത്യാസം ഉള്ളതാണ് കേട്ടോ. പടം കാണിച്ചാടാ, പടം കാണിച്ചു കൊടുത്തേ, അപ്പൊ പിന്നെ കറക്റ്റ് അറിയാം. ഈ ഒരു മോഡൽ ഇങ്ങനെയാണ് കേട്ടോ സാധനം തന്നെ. നല്ല ഉടുക്കാൻ നല്ല കാവേരി സിൽക്കോ. കാവേരി സിൽക്ക്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ. ഇനി നമ്മുടെ കയ്യിൽ സാരി ആയിട്ട് ഇനി ഇത്രേ ഉള്ളൂ. ബാക്കി കണ്ട് ഓക്കെ, ഫാൻസി സാരി. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ കയ്യിൽ സാധനങ്ങൾ ഇനി സാരികൾ കാര്യങ്ങൾ ഈ ആഴ്ച വെള്ളിയാഴ്ചക്കുള്ളിൽ വരുള്ളൂ. നമ്മൾ ഓർഡർ കൊടുത്തേക്കണേ. അത് കുറച്ച് വേറെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ വരുമ്പോൾ അതിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. അപ്പൊ ഇനി എന്നാ നമ്മൾ കഴിക്കാൻ? ചിക്കൻ. ഓ ഗൈസ്, അപ്പൊ ഇന്ന് ചിക്കൻ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ പോവാം. അപ്പൊ അത്രേ ഉള്ളൂ. ചേമ്പോ? ഞങ്ങൾക്ക് അപ്പുറം കുറച്ച് പറമ്പുണ്ട് കേട്ടോ. അപ്പുറം കുറച്ചല്ല, അപ്പുറം കുറച്ച് തുള്ളി 6 സെന്റ് ഒരു പറമ്പുണ്ട്. ആ പറമ്പിൽ നമ്മൾ കുറച്ച് ചേമ്പും കൊക്കോയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അത് അവിടെ പോയി ചേമ്പ് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞത്. 6 കിലോ ചേമ്പുണ്ടായിരുന്നു, വിത്ത് കിട്ടി. ബാക്കി കുറെ നട്ടെന്നാ പറഞ്ഞേ. ഓക്കെ.